ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് മൂവി റിവ്യൂ ആണ്. ബസൂക്ക ഓഗസ്റ്റ് 15 ഇന്നാണ് ബസൂക്കയുടെ ടീസർ റിലീസ് ഡേറ്റ് ഇന്നാണ് റിലീസായിരിക്കുകയാണ്. ബസൂക്ക ലുക്ക് കൊണ്ടും ക്യാരക്ടർ വൈസ് കൊണ്ടും വളരെ രസകരമായ ഒരു കഥയായിരിക്കാം. വളരെ വലിയ ഹൈപ്പൊന്നുമല്ല, എന്നാലും പ്രതീക്ഷ നമുക്കിവിടെ ഏത് സിനിമയും നമുക്കൊരു ഇത്തിരി പ്രതീക്ഷ ഉള്ള സിനിമകൾ ക്ലാസിക്കായാലും ഒക്കെ വളരെ ക്യാരക്ടർ സെലക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓഗസ്റ്റ് 15 ചൊവ്വാഴ്ച മലയാളത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡ്ലുക്കിൽ അറിയിച്ചു. തന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ ബസൂക്കയുടെ ടീസർ ഓഗസ്റ്റ് 15 രാവിലെ 10 ഡ്രോപ്പ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ പങ്കുവെക്കുന്നതിനൊപ്പം പ്രഖ്യാപനവും നടത്തി. സിനിമയിലെ ഒരു കഥാപാത്രം ഒരു തോക്ക് പ്രയോഗിച്ചു. വെറൈറ്റി ലുക്കായിരുന്നു മമ്മൂക്കയുടെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലുക്ക് കൊണ്ട് തന്നെ അമേസിംഗ് ആയ ഒരു സംഭവമാണ്. നമ്മളെ പ്രേക്ഷകരിലേക്ക് ബസൂക്ക എന്ന സിനിമയിൽ നിന്നും മമ്മൂട്ടി നമുക്ക് തന്ന സർപ്രൈസ്. എന്തായിരിക്കും ഈ സിനിമയുടെ കഥ എന്നും നമുക്കറിയില്ല. എല്ലാം അതിൻ്റെ ക്ലാരിറ്റിയിൽ നടക്കുമെന്നും അമിത പ്രതീക്ഷ ഒരു സിനിമയിലും കൊടുത്തിട്ട് കാര്യമില്ല. എന്നാലും മമ്മൂക്കയുടെ ഏത് സിനിമയിലും ഇത്തിരി പ്രതീക്ഷ നമുക്കുണ്ടാവാറുണ്ട്. കയ്യിൽ തോക്കുമായി മമ്മൂട്ടി കാത്തിരുന്ന വമ്പൻ അപ്ഡേറ്റ് എത്തി. ബസൂക്ക ടീസർ റിലീസ് തീയതി പുറത്ത്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും മികച്ച ഒരു പോസ്റ്റർ. ബസൂക്ക ടീസർ റിലീസ് അപ്ഡേറ്റ് പുറത്ത്. മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്കയുടെ ടീസർ 10 മണിക്കാണ് ഇന്ന് റിലീസ് ചെയ്തത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക. പ്രഖ്യാപനം മുതൽ മാധ്യമ ശ്രദ്ധ നേടിയ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ ബസൂക്കയുടെ ടീസർ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നു. ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് ബസൂക്ക ഒരു ടീസർ റിലീസ് ചെയ്തു. മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ബസൂക്കയുടെ ടീസർ റിലീസ് വിവരം പങ്കുവച്ചിരിക്കുന്നത്. ടീസർ റിലീസ് പോസ്റ്ററും താരം പങ്കുവച്ചിട്ടുണ്ട്. കയ്യിൽ മമ്മൂട്ടിയുടെ പോസ്റ്റിൽ കാണാനാവുക. ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറാണിത്. ബസൂക്ക തിയേറ്ററുകളിൽ എത്തുക. നവാഗതനായ ഡിനോ ഡെന്നിസ് ആണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും. സരിഗമ ഇന്ത്യൻ ലിമിറ്റഡ്, തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ വി അബ്രഹാം, ഡാൽവിൻ കുര്യാക്കോസ് എന്നിവർ സംയുക്തമായാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ ടീസർ നമുക്കൊന്ന് കാണാം. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നത്. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തുടരാം? ബെഞ്ചമിനോടൊരു ബഹളം. നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good and bad. So then, who are you? Hey buddy, get ready for the game. It's tuxedo time.
സൂപ്പർ. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ടീസർ കണ്ടു, ഗംഭീരമായിരിക്കുന്നു. നമുക്ക് കാണാൻ ആകാംക്ഷ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലുക്കും, മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് മെത്തേഡ് കൊണ്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ പുതിയതിനെ കണ്ടെത്തുക എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാ സിനിമയിലും അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി എപ്പോൾ ഉണ്ടാവാറുണ്ട്. സെലക്റ്റീവായ കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ആകാംക്ഷയുണ്ട്, പ്രതീക്ഷയുണ്ട്. തിയേറ്ററിൽ ഇതൊരു ബോക്സ് ഓഫീസ് ഹിറ്റാകട്ടെ എന്നാണ് നമ്മൾ. മമ്മൂട്ടി എന്ന ഒരു നായകൻ്റെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കും ഒരു വെരി വെരി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡീനോ ഡെന്നീസ് എന്ന് പറയുന്നു. പ്രൊഡ്യൂസ് ജീനു വി എബ്രഹാം ആണ്. മ്യൂസിക് ചെയ്തത് മിഥുൻ മുകുന്ദനാണ്. 24 റിലീസ് ഉണ്ടാവും. 25 ബഡ്ജറ്റ് കോടിയാണ് ഇതിന് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആന്റണി, ഗായത്രി ലയർ, നിത പിള്ള, ദിവ്യ പിള്ളൈ, ഷറഫുദ്ദീൻ, ജഗദീഷ്, സിദ്ധാർത്ഥ് ഭരതൻ, ഐശ്വര്യ മേനോൻ, ഷെയ്ൻ ടോം ചാക്കോ, സ്ഫടികൻ ജോർജ്, ഷമ്മി തിലകൻ, മിമി ഗോപി, ജോർജ് മറിയൻ, വൈപ്പൂരി, ബാക്കിം ഷാ, അബിൻ ബിനോ, ഖാലിദ് റഹ്മാൻ, VK പ്രകാശ്, വിസിഹിഡ് ഉമേഷ്. അപ്പോൾ നിരവധി പേർ ഇതിൽ ക്യാരക്ടറായി അഭിനയിക്കുന്നു. വളരെ കാണാൻ പ്രതീക്ഷ കൂട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ റിലീസ് 2024 38-39 തീയതിയാവാം. ഫിക്സഡായ ഡേറ്റ് അല്ല, എന്നാലും മാറ്റാം, ഡേറ്റ് മാറാം. അപ്പോൾ എല്ലാവരും ഈ ടീസർ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണുക, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.